സുഗമോദേവി വളരെ പ്രവചനാതീതമായ മുഹൂർത്തങ്ങളിലേക്കാട്ടോ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാർത്തികേയൻ നമ്മുടെ കലാവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, മാഡം നൈസായിട്ട് മീരയെ കൊന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കാർത്തികേയന്റെ ഷർട്ടിന്റെ കോളറിന് കുത്തിനെ പിടിച്ചിട്ട് കലാവതി പറയുന്നുണ്ട്, എന്താണ് നീ പറഞ്ഞത്, നീ കൊന്നൊടുക്കിയിട്ട് ഞാൻ കൊന്നോ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള ആരെ കൊന്നതെന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ. അപ്പൊ നന്ദനല്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പായിട്ടോ. ഒന്നല്ലെങ്കിൽ നമ്മുടെ കാർത്തികേയൻ അല്ലെങ്കിൽ കലാവതി ആട്ടോ നമ്മുടെ മീരയുടെ കൊലപാതകത്തിന് പിന്നിൽ. അപ്പുറത്ത് നമ്മുടെ പ്രഭാവതി നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നമ്മുടെ മാധവനെതിരെയും നമ്മുടെ ദേവിക്കെതിരെയും കേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പോലീസ് പറയുന്നുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ നമ്മുടെ മാധവന്റെയും ദേവിയുടെയും ഫോട്ടോ വെച്ച് ലിക്കോഡ് നോട്ടീസ് കൊടുക്കും, അവരെ എത്രയും പെട്ടെന്ന് പിടികൂടും എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ദേവിയുടെ വീട്ടിൽ നമ്മുടെ മാധവന്റെ വീട്ടിൽ നമ്മുടെ ദേവിയുടെ അമ്മയെയും അനിയത്തെയും ഉപദ്രവിക്കുന്ന കുറെ ഗുണ്ടകളെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ അവിടെ നമ്മുടെ കാർത്തികേയൻ അവർക്ക് രക്ഷകനായി എത്തുന്ന ഒരു മനോഹര മുഹൂർത്തവും കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കാർത്തികേയൻ അവരെ രക്ഷിക്കാനാണോ അല്ലെങ്കിൽ അവർ കൂടുതൽ ഉപദ്രവിക്കാനാണോ വരുന്നതെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.